Good morning. നമുക്ക് 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പെൻഡിംഗ് ഉണ്ട്, ഇന്നലത്തെയും ഇന്നത്തെയും. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പറിലേക്ക് ആദ്യം പോകാം. അതിനുമുമ്പായിട്ട് നാളെ ബാങ്ക് ഓഫ് ബറോഡ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അത് മറ്റൊന്നുമല്ല, എസ്എ റൈറ്റിങ്ങും അതുപോലെ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നാളെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇൻ ദ മോർണിംഗ് 10:30 ആ ഒരു ടൈമിലായിരിക്കും. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസിലേക്ക് പോകാം. ഈ മോബ് ലിഞ്ചിങ് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് എപ്പോഴും ലോക്സഭയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ ലോക്സഭയിൽ അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ നടന്നു. ഗവൺമെന്റ് ഇതിനെ ഇഫക്റ്റീവായിട്ട് കർബ് ചെയ്യുന്നതിന് ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയെ ലീഡ് ചെയ്യുന്നത് യൂണിയൻ ഹോം സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ യൂണിയൻ ഹോം സെക്രട്ടറി രാജീവ് ഗൗബയാണ്. യൂണിയൻ ഹോം സെക്രട്ടറി രാജീവ് ഗൗബ ആണ്. അപ്പോൾ മോബ് ലിഞ്ചിങ് കേസസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡാണ് രാജീവ് ഗൗബ, ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ. അതറിഞ്ഞിരിക്കണം. പിന്നീട് TISS ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, TISS ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. പിന്നെ വീണ്ടും NRC കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, NRC. അതെവിടെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആസാമിൽ പുതുതായിട്ട് റിലീസ് ചെയ്യാൻ പോയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, NRC. അത് അവിടുത്തെ ഇല്ലീഗലായിട്ടുള്ള അവിടെ താമസിക്കുന്ന ബംഗ്ലാദേശി മൈഗ്രൻസിനെയൊക്കെ പുറത്താക്കിയിട്ട് ഇന്ത്യയിലെ സിറ്റിസൺസിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ഞാൻ പറഞ്ഞതാണ്. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാൾ ആണ്. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാൾ. പിന്നെ ഡൽഹിയില് ജന്തർ മന്ദർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ജന്തർ മന്ദർ, JNTR ജന്തർ മന്ദറിൽ ആയിരുന്നു മുമ്പ് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊട്ടസ്റ്റുകളും. നമ്മളൊക്കെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്ന പോലെ ജന്തർ മന്ദറിന് മുന്നിലായിരുന്നു ഡൽഹിയിൽ പ്രൊട്ടസ്റ്റുകളെല്ലാം നടന്നത്. പക്ഷെ അതിന് NGT, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇടയ്ക്ക് വെച്ച് ബാൻ ചെയ്തിരുന്നു അവിടെ പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നതിന്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കോടതി. അതിൻ്റെ ചെയർമാനാണ് ഇപ്പോൾ AK ഗോയൽ, NGTയുടെ ചെയർപേഴ്സൺ AK ഗോയൽ. അപ്പോൾ ഈ NGTയുടെ ഈ ഒരു ബാനിന് സുപ്രീം കോടതി ഇന്നലെ എടുത്ത് കളഞ്ഞു. സുപ്രീം കോടതി സ്ട്രൈക്സ് എ ബ്ലോ ഓഫ് ആക്ച്വലി സുപ്രീം കോർട്ട് ഇന്നലെ in a victory for free speech, the Supreme Court on Monday lifted the ban on organizing protests at the iconic Jantar Mantar Road on the Boat Club. അങ്ങനെ കുറെ ന്യൂസ് ഉണ്ട്. അപ്പം എന്തായാലും ജന്തർ മന്ദറിന് മുന്നിലുണ്ടായിരുന്ന ആ NGT ഏർപ്പെടുത്തിയ പ്രൊട്ടസ്റ്റ് നിരോധനം എടുത്തു മാറ്റി. പിന്നെ മാഡം തുസാഡ്സ്, MADAME, മാഡം തുസാഡ്സ്, TUSSAUDS, മാഡം തുസാഡ്സ് എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്സ് സ്റ്റാച്യു മ്യൂസിയമാണ്. മെഴുക് പ്രതിമകളുടെ മ്യൂസിയമാണ് മാഡം തുസാഡ്സ്. പിന്നെ വേൾഡ് റാങ്കിങ്ങിന്റെ ടെന്നീസിലെ പുരുഷന്മാരുടെ മെയിൽ ടെന്നീസ് പ്ലേയേഴ്സിന്റെ റാങ്കിങ് വീണ്ടും അവരിപ്പോൾ പബ്ലിഷ് ചെയ്തു. ഇപ്പോഴും വേൾഡ് നമ്പർ 1 റാഫേൽ നദാലാണ്. അദ്ദേഹം വിംബിൾഡണിൽ തോറ്റുപോയെങ്കിലും നൊവാക് ജോക്കോവിച്ച് ആണ് വിൻ ചെയ്തതെങ്കിലും വേൾഡിലെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ഇപ്പോഴും റാഫേൽ നദാലാണ്. 2ാം സ്ഥാനത്ത് റോജർ ഫെഡററും ആണ്. പിന്നീട് ദീപിക കുമാരി, ഇന്ത്യയുടെ ഒരു ആർച്ചറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ദീപിക കുമാരി. ആർച്ചറി അമ്പെയ്ത്ത് മത്സരം. സ്മൃതി മന്ദാന, ഇന്ത്യയുടെ ഒരു ലീഡിംഗ് വുമൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് സ്മൃതി മന്ദാന, MANDHANA, മന്ദാന. രാംകുമാർ രാമനാഥനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പോലെയുണ്ട് സ്പോർട്സ് പേജിൽ. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 2 സിംഗിൾസ് ടെന്നീസ് പ്ലെയേഴ്സ് ആണ് യുകി ബാംബ്രി, YUKI, യുകി ബാംബ്രി, BHAMBRI, യുകി ബാംബ്രി ആൻഡ് രാംകുമാർ രാമനാഥൻ. ഇന്ത്യയുടെ ഡേവിസ് കപ്പ് ടെന്നീസ് ടീമിന്റെ കോച്ചാണ് സീഷൻ അലി, ZWSHAN, സീഷൻ അലി, ഇന്ത്യയുടെ ഡേവിസ് കപ്പ് ടെന്നീസ് ടീമിന്റെ കോച്ച്. ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഡേവിസ് കപ്പ്. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഡേവിസ് കപ്പ്. വിമനിന് വേണ്ടി മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഫെഡ് കപ്പ്. മിക്സഡ് ആയിട്ടുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഹോപ്പ്മാൻ കപ്പ്, HOPMAN, ഹോപ്പ്മാൻ കപ്പ്. ഇന്ത്യയുടെ ഒരു ഫീമെയിൽ
ടെന്നീസ് പ്ലെയർ ആണ് അങ്കിത റെയ്ന. അങ്കിത റെയ്ന, ANKITA, അങ്കിത റെയ്ന, RAINA, അങ്കിത റെയ്ന ഇന്ത്യയുടെ ഒരു ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആണ്. പിന്നെ അടുത്ത ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉള്ളത് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ. ഇത് ഇന്നത്തെ പത്രമല്ല, ഇത് ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പറാണ്. ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസാണ് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഞാൻ ഇന്നത്തെ ഹിന്ദു ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലെ എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചാണ്, ഞാനിപ്പോൾ പറയാൻ പോണ കാര്യത്തിനെ കുറിച്ചാണ്. ഈ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ബാങ്ക്സ് എഗ്രി ടു റിസോൾവ് സ്ട്രെസ്ഡ് അസറ്റ്സ് ക്വിക്ലി എന്ന് പറഞ്ഞാണ് ഹെഡിങ്. ബാങ്ക്സ് എഗ്രി ടു റിസോൾവ് സ്ട്രെസ്ഡ് അസറ്റ്സ് ക്വിക്ലി. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്ട്രെസ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ബാഡ് ലോണാണ്. ഇപ്പോൾ ഈ ബാങ്കുകളുടെ ഇടയിൽ ഒരു എഗ്രിമെന്റ് വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഒക്കെ അഗ്രിമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അഗ്രിമെന്റിന്റെ പേര് ICA എന്നാണ്. ICA. ഈ ICA ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ്. ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ്. ഈ ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈസ് ആൻ എഗ്രിമെന്റ് എമംഗ് ബാങ്ക്സ് ദാറ്റ് ഹാവ് ഡ്യൂസ് ഫ്രം എ ബോറോവർ ഇൻ സ്ട്രെസ്. The pact mandates the lead bank to formulate a resolution plan that will be executed in a time-bound manner. അപ്പോൾ ഇത് കേട്ടിട്ടൊന്നും മനസ്സിലായി കാണത്തില്ല മിക്കുള്ളവർക്കും. ഞാൻ ഒന്നുകൂടെ പറയാം ഇതെന്താണെന്ന്. ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് ICA എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റിന് ലോൺ കൊടുക്കുന്നത് ഒരു ബാങ്ക് ആയിരിക്കത്തില്ല, ഒരു ബാങ്കുകളുടെ കൺസോർഷ്യം ആയിരിക്കും. ഇപ്പോൾ വിജയ് മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസിന് ലോൺ കൊടുത്തേക്കുന്നത് ഒറ്റയ്ക്ക് ഒരു ബാങ്ക് അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ് ചെയ്യുന്നൊരു കൺസോർഷ്യമാണ് കൊടുത്തത്. അപ്പോൾ ആ ബാങ്ക് ആ ലോൺ തിരിച്ചടയ്ക്കപ്പെടാതിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന് ബാഡ് ലോൺ എന്ന് പറയാം. ആ ബാഡ് ലോൺ പ്രോബ്ലം ബാധിക്കുന്ന ഒരു ബാങ്കിനെ ആയിരിക്കില്ല. അപ്പോൾ കാരണം ഒന്നിലധികം ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് ഈ ലോൺ കൊടുത്തിരിക്കുന്നത്. അപ്പം പലപ്പോഴും ഈ ബാങ്കുകൾ അവസാനം ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഈ ബാങ്കുകൾ ഒന്നിലധികം ബാങ്കുകൾ ഉള്ളതുകൊണ്ട് ഇവർ തങ്ങളിൽ ഒരു കൺസെൻസസ്, ഒരു സമവായത്തിൽ എത്താത്തത് കൊണ്ട് ഇവർ തങ്ങളുടെ ഡിസഗ്രിമെന്റ് മൂലം ഇതിന്റെ റെസൊല്യൂഷൻ പലപ്പോഴും താമസിക്കാറുണ്ട്. അപ്പൊ അതിനാണ് ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് എന്നുള്ള സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ 50 കോടിയിൽ കൂടുതൽ ലോൺ ഉള്ള വാല്യൂ ഉള്ള ലോണുകൾക്കാണ് അത് ആപ്ലിക്കബിൾ. 50 crores കൂടുതൽ, അത് അറിഞ്ഞിരിക്കണം, 50 crores കൂടുതൽ വാല്യൂ ഉള്ള ലോണുകൾക്കാണ് ഇത് ആപ്ലിക്കബിൾ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം 10 ബാങ്കുകൾ ചേർന്നാണ് ഒരു ലോൺ ഒരു കമ്പനി കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ 2/3 ബാങ്കുകൾ, അതായത് 10ന്റെ 2/3 എന്ന് പറയുമ്പോൾ ഒരു 7ഓളം ബാങ്കുകൾ എഗ്രി ചെയ്യുന്ന റെസൊല്യൂഷൻ എല്ലാവരും അംഗീകരിക്കണമെന്നാണ്. അത് മാത്രമല്ല ആ റെസൊല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ അതിലെ ലീഡ് ബാങ്കിനായിരിക്കും. ചിലപ്പോൾ 10,000 കോടി ലോൺ ആണെങ്കിൽ ചിലപ്പോൾ 5,000 കോടി കൊടുത്തേക്കുന്ന ഒരു ബാങ്ക് ആയിരിക്കും, ബാക്കി 5,000 കോടി കൊടുത്തേക്കുന്നത് ബാക്കി 9 ബാങ്കുകൾ ചേർന്നായിരിക്കും. അപ്പോൾ ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 5,000 കോടി കൊടുത്തേക്കുന്ന ഒരു ബാങ്കാണ് ലീഡ് ബാങ്ക്. അപ്പോൾ അവരുടെ ഡിസിഷൻ ആയിരിക്കും എപ്പോഴും, അവരായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ബാങ്കുകൾ തമ്മിലുള്ള ഡിസഗ്രിമെന്റ് സ്ട്രെസ്ഡ് ലോൺസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കി പെട്ടെന്ന് ഇതിലൊരു ഈ ബാഡ് ലോൺ റിസോൾവ് ചെയ്ത് ഈ ലോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ കൺസോർഷ്യത്തിനെ സഹായിക്കാൻ ഈ ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റിന് സാധിക്കും. അതാണ് അറിയേണ്ടത്. 50 കോടി രൂപയിൽ കൂടുതലുള്ള ലോൺ ആണെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് ഈ ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് മുൻകൈ എടുത്തത് IBA ആണ്, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അറിഞ്ഞിരിക്കുക, IBA, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതിന്റെ പിന്നീട് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് VG കണ്ണൻ. IBA ഇന്ത്യയിലെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പിന്നെ പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സംവിധാനമാണ് IBA, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് VG കണ്ണൻ.
പിന്നെ IBA മാത്രമല്ല, സുനിൽ മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇടയ്ക്ക് വെച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CEO ആണ് സുനിൽ മേത്ത. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും ഈ ഒരു IC ഇന്റർ ക്രെഡിറ്റർ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ ബാങ്കുകൾ സഹായിച്ചിട്ടുണ്ട്. FRDI ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് പാർലമെന്റിൽ ഗവൺമെന്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എതിർപ്പുകൾ മൂലം ആ ബില്ല് മിക്കവാറും ഗവൺമെന്റ് വിത്ഡ്രോ ചെയ്യും. FRDI ബിൽ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ബിൽ എന്നാണ്. FRDI ബിൽ, ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ബിൽ, FRDI ബിൽ. റോസ്നെഫ്റ്റ്, ROSNEFT, റോസ്നെഫ്റ്റ് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓയിൽ കമ്പനികളിൽ ഒരെണ്ണമാണ്. റഷ്യയുടെ ഓയിൽ കമ്പനിയാണ്. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഓയിൽ കമ്പനികളുടെ കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ് റോസ്നെഫ്റ്റ്. റഷ്യ ഗവൺമെന്റിനെയാണ് റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന ഓയിൽ കമ്പനി, ROSNEFT. ഇന്ത്യയുടെ നമ്പർ 1 ഓയിൽ സപ്ലയർ ഇറാഖും നമ്പർ 2 ഓയിൽ സപ്ലയർ ഇറാനും ആണ്. ഇന്ത്യയുടെ നമ്പർ 1 ഓയിൽ സപ്ലയർ ഇറാഖാണ്, നമ്പർ 2 ഇറാൻ. പിന്നെ മൈത്രിപാല സിരിസേനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് മൈത്രിപാല സിരിസേന. മൈത്രിപാല സിരിസേന, SIRISENA, മൈത്രിപാല സിരിസേന. ഇന്നാണ് പാകിസ്ഥാനിലെ പാർലമെന്റ് ഇലക്ഷൻ. അവിടുത്തെ പഴയ ക്രിക്കറ്ററായ ഇമ്രാൻഖാന്റെ പാർട്ടി വിൻ ചെയ്തേക്കും എന്ന് പറയപ്പെടുന്നു. അത് എഴുതണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ റിസൾട്ട് വരെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴേ അതിന്റെ ആവശ്യമുള്ളൂ. ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രവിശങ്കർ പ്രസാദ്, എൻ്റെ ഫോട്ടോ ഉണ്ട്. ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ രവിശങ്കർ പ്രസാദ് ആണ്. പിന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ന്യൂസ്, ഇന്ത്യയില് പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൈനിക സ്കൂളുകൾ. എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലുണ്ട് കഴക്കൂട്ടത്ത് ഒരു സൈനിക സ്കൂൾ. ഈ സൈനിക സ്കൂളിൽ എപ്പോഴും എൻട്രി ബോയ്സിന് മാത്രമായിരുന്നു. അപ്പോൾ ഒരു മെയിൽ ഡോമിനേറ്റഡ് ടെറിട്ടറി ആയിരുന്നു സൈനിക സ്കൂളുകൾ. ഇനി മുതൽ സൈനിക സ്കൂളുകൾ ഗേൾസിനും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് മിസോറാമിലെ സൈനിക് സ്കൂളിൽ ഗേൾസിന് അവരെ പിന്നെ അഡ്മിഷൻ കൊടുത്തു. Sainik school across the country which have long served as a springboard for students aspiring to join the military but remained a male domain may soon be opened up for girl students. For the first time, the government has admitted girls at the Sainik school in Mizoram on a pilot basis for this academic year. അതാണ് ന്യൂസ്. അതുപോലെ ഇനി സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് എല്ലാം നമുക്ക് ലൈവായിട്ട്, ലോക്സഭയിലെ പ്രൊസീഡിങ്സ് എല്ലാം ലോക്സഭ TV വഴിയും രാജ്യസഭയിലെ പ്രൊസീഡിങ്സ് എല്ലാം രാജ്യസഭ TV വഴിയും കാണുന്ന പോലെ സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് എല്ലാം നമുക്ക് TV വഴി കാണാൻ ഫ്യൂച്ചറിൽ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഉള്ള പിന്നീട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ് UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ എ ഡിഫിക്കൽട്ട് പോൾ എന്നാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഡിഫിക്കൽട്ട് പോൾ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിൽ ഇപ്പം നടക്കാൻ പോകണം. ഇന്നാണ് പാകിസ്ഥാനിലെ പാർലമെന്റ് ഇലക്ഷൻ. ആ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ചാണ് ഡിഫിക്കൽട്ട് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ മിലിറ്ററിയുടെയും ജുഡീഷ്യറിയുടെയും വലിയ ഇന്റർവെൻഷൻ ഈ ഇലക്ഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ നവാസ് ഷെരീഫിന്റെ പാർട്ടിയും അതുപോലെ പഴയ മരിച്ചുപോയ പ്രൈം മിനിസ്റ്റർ ബെനസീർ ഭൂട്ടോയുടെ സൺ ആയ ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടിയും ഒക്കെ അധികാരത്തിൽ വരാതെ ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് പല കളികളും അവിടുത്തെ പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററിയും ജുഡീഷ്യറിയൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു എന്തായാലും ഒരു അവസ്ഥ ഇല്ലാത്തത് വലിയ ഭാഗ്യമാണ്. അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ സ്റ്റിമുലസ് മോഡ് എന്നാണ്. സ്റ്റിമുലസ് മോഡ് എന്നുള്ള എഡിറ്റോറിയൽ ഉദ്ദേശിക്കുന്ന എഡിറ്റോറിയൽ ഹെഡിങ് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. സ്റ്റിമുലസ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഒരുപാട് ഐറ്റംസിൻ്റെ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ചു. അതിനുവേണ്ടിയുള്ള ഡിസിഷൻ GSTയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയായ GST കൗൺസിൽ എടുത്തു. അപ്പോൾ അതുവഴി ഒരുപാട് പ്രോഡക്ട്സിന്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ ആ പ്രോഡക്ട്സിന്റെ ഒക്കെ കൺസംഷൻ കൂട്ടും. അത് എക്കോണമിക്ക് ഒരു സ്റ്റിമുലസ് ആകും. അതാണ് സ്റ്റിമുലസ് മോഡ് എന്ന് പറഞ്ഞ് അവർ എഴുതിയേക്കുന്ന എഡിറ്റോറിയൽ. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കേരളം പിന്നീട് ഗവേണൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത്. ഇപ്പോൾ പബ്ലിക് അഫയേഴ്സിന്റെ കേരളം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സ്റ്റേറ്റ് എന്നുള്ള 1ാം സ്ഥാനം കിട്ടിയത്. 2ാം സ്ഥാനം തമിഴ്നാടിനും ഒക്കെയാണ്. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്.
മനോഹർ പരീക്കർ, ഗോവയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. ഗോവയുടെ ചീഫ് മിനിസ്റ്ററാണ് മനോഹർ പരീക്കർ, PARRIKAR. ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ. നമുക്ക് ഇന്നത്തെ ഹിന്ദുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഇന്നും മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചാണ്. അത് ലോക്സഭയിൽ അതിനെക്കുറിച്ച് നടന്ന ഡിസ്കഷൻസിനെ കുറിച്ചൊക്കെയാണ്. അതിന് നമുക്ക് കൂടുതലായിട്ടൊന്നും എഴുതിയെടുക്കാൻ അതിലില്ല, അതുകൊണ്ട് നമുക്ക് എഴുതിയെടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നതിനെ കുറിച്ചുണ്ട്. പാകിസ്ഥാൻ ഇലക്ഷനിലെ കീ പ്ലേയേഴ്സ് ആണ് ഷഹബാസ് ഷെരീഫ്, അതായത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നവാസ് ഷെരീഫിന്റെ ബ്രദറാണ് ഷഹബാസ് ഷെരീഫ്, SHEHBAZ, ഷഹബാസ് ഷെരീഫ്. അത് കാര്യം വെച്ചാൽ നവാസ് ഷെരീഫ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തില്ല, അവിടെ ജുഡീഷ്യറി അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഷഹബാസ് ഷെരീഫാണ് ആ പാർട്ടി ലീഡ് ചെയ്യുന്നത്. ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്നത് ബേനസീർ ഭൂട്ടോയുടെ സണ്ണാണ്. അതുപോലെ ഇമ്രാൻ ഖാൻ, ഇവരൊക്കെയാണ് മെയിൻ പ്ലേയേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് അവരുടെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കറാണ് സുമിത്ര മഹാജൻ. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഇന്നലെ സുപ്രീം കോടതി ബ്ലെയിം ചെയ്തു. എന്തിനെന്ന് വെച്ചാൽ ലോക്പാൽ എന്ന് പറയുന്നൊരു സംവിധാനം ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യാൻ 2013 നിയമം പാസ്സാക്കിയതാണ്. ലോക്പാൽ എന്ന് പറയുമ്പോൾ ഒരു ആന്റി കറപ്ഷൻ ബോഡിയാണ് ലോക്പാൽ. കറപ്ഷൻ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബോഡി ലോക്പാൽ. പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞ് ആ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യാതെ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ആ ഡിസിഷൻ. അപ്പൊ ലോക്പാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഗവൺമെന്റ് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഇനോർഡിനേറ്റ് ഡിലേ അതിൽ വരുത്തിയതിന് ഇന്നലെ സുപ്രീം കോടതി അത് നിശ്ചിതമായി വിമർശിച്ചു. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ് സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് വേണ്ടി വാദിച്ചത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് KK വേണുഗോപാൽ. പിന്നെ ഇന്നലെ ലോക്സഭ ഒരു പുതിയ നിയമം പാസ്സാക്കി, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ബ്രാക്കറ്റിൽ അമെൻഡ്മെന്റ് ബിൽ 2018, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ അമെൻഡ്മെന്റ് ബിൽ 2018. ഇത് 3 വർഷം തൊട്ട് 7 വർഷം വരെ ഇംപ്രിസൺമെന്റ്, ബ്രൈബ് കൊടുക്കുന്നവർക്കും ബ്രൈബ് വാങ്ങുന്നവർക്കും. കൈക്കൂലി കൊടുക്കുന്നവർക്കും പണിഷ്മെന്റ് ആണ്, കൈക്കൂലി വാങ്ങുന്നവർക്കും പണിഷ്മെന്റ് ആണ്. അതാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ബ്രാക്കറ്റിൽ അമെൻഡ്മെന്റ് ബിൽ 2018. 3 വർഷം മുതൽ 7 വർഷം വരെയാണ് ഇതിൽ കിട്ടാവുന്ന ഇംപ്രിസൺമെന്റ്. അജയ് ജയറാം, ഇന്ത്യയുടെ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ് അജയ് ജയറാം. NADA, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഏജൻസിയാണ് NADA, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. WADA, WADA, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. ജ്യോതി സുരേഖ, ഇന്ത്യയുടെ ഞാൻ നേരത്തെ ദീപിക കുമാരി ഇന്ത്യയുടെ ആർച്ചറി താരമാണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു ആർച്ചറി താരമാണ് ജ്യോതി സുരേഖ, SUREKHA. ലക്ഷ്യ സെന്നും പ്രകാശ് പാദുക്കോണും നിൽക്കുന്ന ഒരു ഫോട്ടോ ഹിന്ദുവിനുണ്ട്. ലക്ഷ്യ സെൻ ആരാണെന്ന് എല്ലാവരും ഇപ്പം ഞാൻ അറിഞ്ഞു കാണും. ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ടൈറ്റിൽ വിൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത്തെ മാത്രം ബാഡ്മിന്റൺ പ്ലെയർ ആണ് ലക്ഷ്യ സെൻ. വെറും 16 വയസ്സേ ഉള്ളൂ. ഇപ്പം തന്നെ വേൾഡ് റാങ്കിങ്ങിൽ 76th പൊസിഷനിലുണ്ട് 16ാമത്തെ വയസ്സിൽ. പുള്ളി ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ വേൾഡിലെ ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സിന്റെ ലീഗിലേക്ക് ഉയരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ലെജൻഡറി ബാഡ്മിന്റൺ പ്ലെയറായ പ്രകാശ് പാദുക്കോണിന്റെ ശിഷ്യനാണ് ലക്ഷ്യ സെൻ. റോജേഴ്സ് കപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ടെന്നീസ് ടൂർണമെന്റ് ഉണ്ട്. അത് തുടങ്ങാൻ പോയാണ് റോജേഴ്സ് കപ്പ്. അത് എഴുതണ്ട, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പിന്നെ 2D ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. TOUR ഫ്രാൻസ്, വേൾഡിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2D ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ദുബായിൽ സെപ്റ്റംബറിൽ നടക്കും. നടക്കും. അതുപോലെ വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ചെന്നൈയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ജൂനിയർ സ്ക്വാഷ് SQUASH സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ്. അതുപോലെ ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് വിപ്രോയുടെ ചെയർമാനാണ് അസീം പ്രേംജി. ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി. ഇന്ത്യയിലെ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനി TCS, 2nd ലാർജസ്റ്റ് ഇൻഫോസിസ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനിയാണ് മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനി മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ്. RS ശർമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. RS ശർമ്മ ട്രായിയുടെ ചെയർമാനാണ്. RS ശർമ്മ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് RS ശർമ്മ. പിന്നെ സെൻസെക്സും നിഫ്റ്റിയും
സർവകാല റെക്കോർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും. ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്, 30 ഷെയർസ് വെച്ചാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചാണ്. നിഫ്റ്റി 50, സെൻസെക്സ് 30 ആണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനികളിൽ ഒരെണ്ണമാണ് JSW സ്റ്റീൽ എന്ന് പറയുന്നത്. JSW സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് JSW സ്റ്റീലിന്റെ ചെയർമാനാണ് സജ്ജൻ ജിൻഡാൽ, SAJJAN, സജ്ജൻ ജിൻഡാൽ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ സൊഹൈൽ മെഹമ്മൂദ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ടു ഇന്ത്യയാണ് സൊഹൈൽ മെഹമ്മൂദ്. നോർത്ത് കൊറിയ അവരുടെ ന്യൂക്ലിയർ ടെസ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്യാൻ തുടങ്ങി എന്നൊരു ന്യൂസ് ഉണ്ട്. നോർത്ത് കൊറിയ അവരുടെ ന്യൂക്ലിയർ ടെസ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്യാൻ തുടങ്ങി എന്നൊരു ന്യൂസ് ഉണ്ട്. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗിൽ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് അൺ കൊടുത്തിരുന്ന ഒരു വാഗ്ദാനമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആണ്. ബെഞ്ചമിൻ നെതന്യാഹു, NETANYAHU. അതുപോലെ പിന്നീട് റെസെപ് തായിപ്പ് എർഡോഗാൻ, RECEP, റെസെപ് തായിപ്പ്, TAYYIP, തായിപ്പ് എർഡോഗാൻ, ERDOGAN, ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ് തായിപ്പ് എർഡോഗാൻ. RECEP, TAYYIP, ERDOGAN. പിന്നീട് എല്ലാ ദിവസവും ഇപ്പൊ റാഫേൽ ഡീലിനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. കോൺഗ്രസ് അലിഗേഷൻ വയ്ക്കുന്നത് റാഫേൽ ഡീൽ പിന്നീട് കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ ഒരു ന്യൂസ് ഉണ്ട്, ഞാനത് വായിച്ചിരുന്നു. കോൺഗ്രസിന്റെ കാലത്ത് നെഗോഷിയേറ്റ് ചെയ്ത ഡീലും ഈ BJPയുടെ ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത ഡീലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എക്കണോമിക് ടൈംസിൽ അവരുടെ ലേഖകന്റെ അനാലിസിസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡീൽ 126 ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങാനും രണ്ടാമത്തെ ഡീൽ 36 ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങാനുമാണ്. അതിൽ ആദ്യത്തെ ഡീൽ സൈസ് വലിപ്പം കൂടിയതായതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തേൽ 126 എയർക്രാഫ്റ്റ് വാങ്ങാൻ ഡീല് പിന്നെ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് 36 ഫൈറ്റർ എയർക്രാഫ്റ്റ് മതി എന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് ആദ്യത്തെ ഡീലിൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. അതായത് ഫ്രാൻസിൽ തന്നെ അത് ഉണ്ടാക്കി നമുക്ക് തരികയാണ്. പക്ഷെ രണ്ടാമത്തെ ഡീലിൽ ഓഫ്സെറ്റ് ക്ലോസ് എന്ന് പറയുന്നൊരു ക്ലോസ് വെച്ചു. ഈ ഓഫ്സെറ്റ് ക്ലോസ് അനുസരിച്ച് ഒരു ഇന്ത്യൻ പാർട്ട്ണറോടൊപ്പം ചേർന്ന് ഇന്ത്യയിലാണ് അവർ മാനുഫാക്ചർ ചെയ്യേണ്ടത്, പകുതിയിൽ കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതാണ്. ഈ രണ്ട് ഡീലും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഡിസ്കഷൻസിൽ കൂടെ എന്തെങ്കിലും കറപ്ഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർമാൻ AK ഗോയലാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. AK ഗോയൽ. റുവാണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ബ്രിക്സ് സമ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിൽ വെച്ച് നടക്കും. മോഡി അതിൽ പങ്കെടുക്കാനും റുവാണ്ടയിലും ഉഗാണ്ടയിലും കൂടെ വിസിറ്റ് ചെയ്യാനും വേണ്ടി ആഫ്രിക്കൻ ടൂർ നടത്തുകയാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ റുവാണ്ടയിലാണ് ആദ്യം അദ്ദേഹം വിസിറ്റ് നടന്നത്. RWANDA റുവാണ്ടയിൽ പ്രസിഡന്റ് പോൾ കഗാമയാണ്. റുവാണ്ടയുടെ പ്രസിഡന്റ് പോൾ കഗാമയാണ്. റുവാണ്ട വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമാണ്. അവിടുത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഗിരിൻഗ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഗിരിൻഗ അവരുടെ ഭാഷയിൽ മേ യു ഹാവ് എ കൗ എന്നാണ്. അതിന്റെ മീനിങ്. ഗിരിൻഗ എന്നാണ് പ്രൊജക്ടിന്റെ പേര്. എല്ലാ പാവപ്പെട്ട പോവർട്ടിയിൽ താമസിക്കുന്ന ആൾക്കാർക്കും ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഓരോ പശുവിനെ വെച്ച് കൊടുക്കും, ഓരോ കൗ. ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ ഉപയോഗിച്ച് അവർക്ക് പോഷകാഹാരം, ഒപ്പം തന്നെ അവരുടെ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ്, അതാണ് അവിടുത്തെ പ്രസിഡന്റായ പോൾ കഗാമെ ഉദ്ദേശിച്ചത് ഈ ഗിരിൻഗ പ്രൊജക്ട് വഴി. അതിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഇന്ത്യ 200 കൗസിന് ഇപ്പോൾ ഇത് നടപ്പാക്കുന്ന അവിടുത്തെ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു വില്ലേജായ റുവേരു എന്ന് പറയുന്നൊരു വില്ലേജ്, RWERU റിവേരു മോഡൽ വില്ലേജ്. റിവേരു എന്ന് പറയുന്നൊരു മോഡൽ വില്ലേജ് ഉണ്ട്. അവിടെ ഈ ഗിരിൻഗ പ്രോജക്ട് നടപ്പാക്കുന്നുണ്ട്. എല്ലാ വീടുകൾക്കും ഓരോ കൗ എന്ന് പറയുന്ന
അത് പോൾ കഗാമെ അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രോജക്റ്റാണ്. അതിലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ് 200 കൗസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ആന്റി മണി ലോണ്ടറിങ്, ആന്റി ടെറർ ഫിനാൻസിങ്, ഇതിനൊക്കെയുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാച്ച് ഡോഗ് ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. UN-ന്റെ ഒരു ബോഡിയാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ, അതുപോലെ ടെറർ ഫിനാൻസിങ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ആണ് ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ അതിലൊരു മെമ്പറാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ കോസ്മെറ്റിക് റിപ്പയർ എന്നാണ്. കോസ്മെറ്റിക് റിപ്പയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ് എന്നും പറഞ്ഞു. ഇന്നലത്തെ ഹിന്ദുവിലൊക്കെ വലിയ ന്യൂസ് ആയിട്ടുണ്ട് IC ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ്. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാങ്കുകളുടെ ബാഡ് ലോൺ പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ബാങ്കുകൾ ചേർന്നാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലോൺ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ബാഡ് ലോൺ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്കുകളുടെ ഇടയിൽ ഇപ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അതിന് IC എന്നത് ഇന്റർ ക്രെഡിറ്റർ എഗ്രിമെന്റ്. ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കാനും പെട്ടെന്ന് റിസോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ICA. അതിന്റെ മെറിറ്റ്സിനെ കുറിച്ചും ഡിമെറിറ്റ്സിനെ കുറിച്ചുമാണ് ഈ കോസ്മെറ്റിക് റിപ്പയർ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഒരു ജർമ്മൻ ഫുട്ബോൾ പ്ലെയർ ജർമ്മൻ ഫുട്ബോൾ ടീമിൽ നിന്ന് റിസൈൻ ചെയ്യുകയും റിട്ടയർ ചെയ്യുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ മെസൂത്ത് ഓസിൽ എന്ന് പറയുന്ന പ്ലെയർ ആണ്. MESUT, മെസൂത്ത് ഓസിൽ, OZIL. അദ്ദേഹം ടർക്കി ഒറിജിനാണ്. ഈ പ്ലെയർ ടർക്കി ഒറിജിനായ അദ്ദേഹത്തിന്റെ ജർമ്മനിയോടുള്ള കമ്മിറ്റ്മെന്റ് ഈ ഇടയ്ക്ക് ജർമ്മനിയിൽ പല കോർണറിൽ നിന്നും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമും ആണ്. ഒപ്പം തന്നെ ടർക്കിയുടെ പ്രസിഡന്റായ, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ റെസെപ് തായിപ്പ് എർഡോഗാന് ഈ വേൾഡ് കപ്പിന് മുമ്പായിട്ട് അദ്ദേഹം പോയി കാണുകയും ചെയ്തു. അപ്പൊ അത് ജർമ്മനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ടർക്കി ഒറിജിനായ പ്ലെയറിന് ജർമ്മനിയോടുള്ള കൂടുതൽ താല്പര്യം ടർക്കിയോടാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരുപാട് ഹർട്ട് ചെയ്യുകയും അതിന്റെ പേരിലാണ് ഇപ്പോൾ വേൾഡ് കപ്പിന് ശേഷം ഇപ്പം ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതായിട്ട് അറിയിക്കുകയും ചെയ്തത്. അതിനെക്കുറിച്ചും ഒക്കെയാണ് ഹിന്ദുവിൽ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്രയുടെ ഗവൺമെന്റ്. മഹാരാഷ്ട്രയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മറാത്ത എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവിടുത്തെ വലിയൊരു കമ്മ്യൂണിറ്റിയും ഡോമിനന്റ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് റിസർവേഷൻ വേണമെന്നുള്ള പേരിൽ ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. അവിടെ ഹൈവേസ് ഉപരോധിക്കുകയും അറ്റാക്സും ഒക്കെ നടക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇന്ത്യയിൽ ഇപ്പം വന്ന എല്ലാ ആൾക്കാർക്കും റിസർവേഷൻ വേണമെന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഗുജറാത്തിൽ ഈ ഇടയ്ക്ക് പട്ടേൽ കമ്മ്യൂണിറ്റി അത് ചെയ്തു. രാജസ്ഥാനിൽ ഈ പ്രോബ്ലം ഉണ്ട്. ഈവൻ ആന്ധ്രയിൽ പോലും കാപ്പു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും OBC അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്ക്വേർഡ് ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഫോർവേഡ് ആവാനാണ് മത്സരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഓരോ ആളും ബാക്ക്വേർഡ് ആവുക, അതിൻ്റെ അകത്ത് വന്ന് റിസർവേഷൻ കിട്ടുക, അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ബന്ദിപ്പൂർ എന്ന് പറയുന്ന പിന്നീട് സ്ഥലം കർണാടകത്തിലാണ്. അത് ഒരു എന്താ പറയുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ബന്ദിപ്പൂർ, BANDIPUR. ഇത്രയായപ്പോഴത്തേക്ക് ഇന്നലത്തെയും ഇന്നത്തെയും ഹിന്ദുവിലെ ന്യൂസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് എക്കണോമിക് ടൈംസ് ഉണ്ട് 2 ദിവസത്തെ, അത് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.